നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വഴിക്കൂടെ CPM-ന്റെ കഴുക്കോൽ ഊരി വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ കൂട്ടത്തിൽ മൂട്ടിൽ കൂടി തീയിട്ടാൽ എങ്ങനെയിരിക്കും? ആ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് AK ബാലൻ. ബാലൻ വാ തുറന്നാൽ അത് CPM-ന്റെ നെഞ്ചത്ത് റീത്ത് വെക്കുന്ന പണിയാണ്. കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തിയ പരാമർശങ്ങൾ അതിന് ക്യാപ്സൂൾ ഇറക്കി മടുത്തിരിക്കുകയാണ് CPM-ലെ ഓരോ നേതാക്കളും. ഇപ്പോൾ CPM-കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ AK ബാലനെ AKG സെന്ററിലൊന്ന് പൂട്ടിയിടുമെന്നാണ്. അങ്ങേര് വാ തുറന്നാൽ പണി പാളും. ഇനിയും ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവാനാണ് ബാലന്റെ തീരുമാനമെങ്കിൽ പച്ചയ്ക്ക് പൊതുമധ്യത്തിൽ വന്നു നിന്ന് AK ബാലന്റെ കരണം പൊട്ടുന്ന അടി തരുമെന്നാണ് CPM നേതാക്കൾ പോലും സഹികെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാറാട് കലാപം ഇളക്കിവിട്ട് പിണറായി വിജയനെ എതിരാളികളുടെ അണ്ണാക്കിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് സ്ഥലം വിട്ട AK ബാലൻ ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. പറഞ്ഞ വിഷയം വിവാദമായപ്പോൾ ഒന്ന് മയപ്പെടുത്താൻ വന്നതാണ്. പക്ഷെ അത് വീണ്ടും CPM-ന്റെ നെഞ്ചത്ത് ഗുണ്ട് പൊട്ടിച്ചതുപോലെയായി. UDF അധികാരത്തിലെത്തിയാൽ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും ഡയലോഗ് അടിച്ച് ഹീറോയിസം കാണിച്ചതായിരുന്നു ബാലൻ സഖാവ്. പക്ഷെ മലയാളി CPM-ന്റെ വർഗീയ പാർട്ടികളുമായുള്ള കൂട്ടുകെട്ടും ബന്ധവും ബാന്ധവവും വലിച്ച് പുറത്തിട്ടു. അവിടെയും തീർന്നില്ല. ബാലൻ പറഞ്ഞത് വെളുപ്പിക്കാൻ വന്ന പിണറായിയെയും ജനം ചൂലും കെട്ടിന് അടിച്ചോടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്. പറഞ്ഞതിൽ വിശദീകരണവുമായി വന്ന് വീണ്ടും CPM-നെ തീച്ചൂളയിലാക്കിയിരിക്കുകയാണ് AK ബാലൻ. ഇതോടെ AK ബാലൻ അനാവശ്യമായി വാ തുറക്കരുതെന്ന് പാർട്ടി സെക്രട്ടറിയുടെ താക്കീത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയുടെ മൂട്ടിൽ തീയിടുന്ന പണി AK ബാലൻ കാണിക്കരുതെന്നും വായ തുറക്കരുതെന്നും മറ്റ് നേതാക്കളുടെയും മുന്നറിയിപ്പ്. മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായ സംഭവത്തിൽ മാപ്പ് പറയില്ല എന്ന് CPM നേതാവ് AK ബാലൻ ഇപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തനിക്കെതിരെ അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും തന്നെയും തന്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണെന്നും കേസും കോടതിയും തനിക്ക് പുത്തരിയല്ലെന്നും ഭരണഘടനാപരമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നയാളാണ് താനെന്നും വാർത്താ സമ്മേളനം നടത്തി AK ബാലൻ പറഞ്ഞു. നോട്ടീസിൽ ആവശ്യപ്പെട്ടതുപോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ താൻ ഒരുക്കമല്ല എന്നും AK ബാലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നതെന്നും അതുപോലെ മാറാട് കലാപങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ള AK ബാലന്റെ പരാമർശത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിനാണിപ്പോൾ AK ബാലൻ മറുപടി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പറഞ്ഞ പല കാര്യങ്ങളും CPM-ന് തന്നെ വെടിപൊട്ടിക്കുന്നതായിപ്പോയി. തനിക്കെതിരെയുള്ള വിവാദത്തിലൂടെ താൻ ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിന്റെ ഉടമയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. ആകർഷകമായ ഒരു പ്രൊഫഷണൽ ജീവിതം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങിയ വ്യക്തിയാണ് താൻ. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടെ ഒരാക്ഷേപവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല. തൊഴിലാളി വർഗത്തോടുള്ള പ്രതിബദ്ധതയും പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ടാണ് താൻ ഇന്നും ജീവിക്കുന്നത്. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. തനിക്കെതിരെ നോട്ടീസ് അയച്ച സംഘടനയുടെ മതപരമായ നയം എന്താണെന്ന് പ്രഖ്യാപിക്കണം. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് താൻ നൽകിയ മറുപടിയിലെ ജമാഅത്തെ പരാമർശം മാത്രം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് അത് വിവാദമാക്കി. തന്റെ പ്രതികരണം തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിച്ചു. ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുക മാത്രമേ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ആരെയും അപമാനിക്കുന്ന വിമർശനം തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മതസൗഹാർദ്ദത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പൊതുപ്രവർത്തനം കൊണ്ടുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നൽകിയ മുന്നറിയിപ്പ് മാത്രമാണ് താൻ നൽകിയത്. അത് അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ പെടില്ല. ഉത്തമ വിശ്വാസത്തിൽ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും അപകീർത്തിപ്പെടുത്തലോ അപമാനിക്കലോ ആക്ഷേപിക്കലോ അല്ല. അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാണെന്നും AK ബാലൻ പറഞ്ഞു. ഇതായിരുന്നു AK ബാലൻ വാർത്താ സമ്മേളനം നടത്തി ഇന്ന് പറഞ്ഞത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയോട് താൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും കേസുമായി നിങ്ങൾ മുൻപോട്ട് പോയിക്കോളൂ, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ് എന്നുള്ളൊരു മറുപടിയാണ് ബാലൻ കൊടുത്തത്. ബാലൻ ചർച്ചയാക്കി വിട്ട മാറാട് കലാപം ഏറ്റുപിടിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് സ്വയം ഹീറോ ആകാൻ നോക്കിയ പിണറായിയെ തൊലിയുരിച്ചു വിട്ടിരുന്നു.
അന്ന് കലാപം നടന്ന ഏരിയകളിൽ താൻ പോയി, എന്നെ അവിടെ ആരും തടഞ്ഞില്ല, എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെ തടഞ്ഞു എന്നായിരുന്നു പിണറായി തള്ളിമറിച്ചു പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് തെളിവ് നിരത്തി കേരളം പിണറായിക്ക് മറുപടി കൊടുത്തിരുന്നു. പിണറായി വിജയനെയും കൂട്ടരെയും അന്ന് ജനം അവിടെ തടഞ്ഞതിന്റെ അന്നത്തെ പത്രവാർത്തകൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടുകൊണ്ടായിരുന്നു മലയാളി മറുപടി കൊടുത്തത്. AK ആന്റണി ചെന്നപ്പോഴും അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അകത്തേക്ക് കയറ്റില്ല എന്ന് വലിയൊരു കൂട്ടം ജനം ഒരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നീട് വലിയ ചർച്ചകളൊക്കെ നടത്തി അതിനൊടുവിലാണ് കലാപം നടന്ന മേഖലകളിലേക്ക് AK ആന്റണിയെ കടത്തിവിട്ടത്. ഇങ്ങനെയാണ് അന്ന് മാറാട് കലാപം നടന്നതിന് ശേഷമുണ്ടായ വിഷയങ്ങൾ. എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ പച്ചക്കള്ളമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു പറഞ്ഞത്. ആ കലാപത്തിന്റെ ഇരകളെ കാണാൻ താൻ പോയി, തന്നെ അവിടെ ആരും തടഞ്ഞില്ല, തന്റെ ഹീറോയിസം എന്നൊക്കെ അങ്ങ് വെച്ചലക്കിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. AK ബാലൻ കൊളുത്തിവിട്ട ആ തീ ഏറ്റുപിടിക്കാൻ പോയതാണ്. പിണറായിക്ക് അടപടലം പൊള്ളി. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും. അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കും. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത്. കുളം കലക്കി മീൻ പിടിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നീക്കമെന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് AK ബാലൻ പറഞ്ഞത്. ഇതായിരുന്നു പിന്നീട് വിവാദങ്ങൾക്ക് തുടക്കമായത്. ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയതയെ പുൽകുന്നത് UDF ആണെന്നും അവരാണ് ഏറ്റവും വലിയ വർഗീയതയ്ക്ക് വിത്തുപാകുന്നത് എന്നും AK ബാലൻ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത് എന്നുകൂടി AK ബാലൻ പറഞ്ഞു. ഇതിനുള്ള മറുപടി കൂടി ജനങ്ങൾ കൊടുത്തു. ഇതേ ലീഗിനെ കൂടെ കൂട്ടാനല്ലേ നിങ്ങൾ കുറെ കാലം വെള്ളം കോരിയത് എന്ന് മലയാളികൾ മറുപടി കൊടുത്തു. പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനുമൊക്കെ കുറെ കാലമായിട്ട് ലീഗിനെ CPM പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അധികാരത്തിന്റെ അപ്പക്കഷ്ണം കാണിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നതെങ്കിൽ ആ ലീഗിനെ എന്തിനാണ് CPM കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അധികാരം കിട്ടാൻ നിങ്ങളും വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരാണെന്ന് സ്വയം തെളിയിച്ചില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു പിണറായിക്കും AK ബാലനും നേരെയൊക്കെ മലയാളികൾ കൊടുത്ത മറുപടി. മലയാളികൾ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് ഒരക്ഷരവും പ്രതികരിക്കാനില്ലാതെ CPM വായിൽ പിരിവെട്ടി നിൽക്കുകയായിരുന്നു. ലീഗിനെ എങ്ങനെയും ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പല കളികളായിരുന്നു CPM നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ലീഗിനെ തള്ളിപ്പറയുന്ന പല നിലപാടുകളും CPMന്റെ പല നേതാക്കളും സ്വീകരിച്ചു തുടങ്ങിയത്. ലീഗിനെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ അധികാരം ഉറപ്പാണ് എന്നുള്ള ബോധ്യത്തിൽ വീണ്ടും വീണ്ടും ലീഗിനെ പല പ്രലോഭനങ്ങളും കൊടുത്ത് ഇങ്ങോട്ട് എടുക്കാൻ നോക്കിയിരുന്ന നിങ്ങളാണോ ഇപ്പോൾ ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നതെന്നും സ്വന്തമായ ഒരു നിലപാടില്ലെങ്കിൽ പോയി ഒടുങ്ങുന്നതാണ് നല്ലതെന്നും മലയാളികൾ മറുപടി കൊടുത്തു. ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ CPMന്റെ തനിക്കുണം എന്താണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി AK ബാലൻ കാണിച്ചു കൊടുത്തു. AK ബാലന്റെ പ്രസ്താവനയായിരുന്നു വലിയ ചർച്ചയായതും കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഈ വിഷയം തന്നെയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും CPMന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത്. എന്നിട്ടാണ് ഞങ്ങൾ വർഗീയ പാർട്ടികളെ മാറ്റി നിർത്തുന്നു, അടുപ്പിക്കില്ല എന്നൊക്കെ CPM ഇടയ്ക്കിടെ വാതോരാതെ പറയുന്നത്. കേരളത്തിലെ പല പഞ്ചായത്തുകളും CPM ഭരിക്കുന്നത് SDPIയുടെ കൂടെ പിന്തുണയോടെയാണ് എന്നുള്ളത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വർഗീയതയെ പ്രീണിപ്പിച്ച് നിർത്തുന്നതിൽ CPMഉം ഒട്ടും പിറകിലോട്ടൊന്നുമല്ല. AK ബാലൻ അന്ന് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണ് എന്ന് AK ബാലൻ പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് പാലക്കാട് നടന്നു. RSSും ജമാഅത്തെയും പാലക്കാട് കലാപത്തിന് ശ്രമിച്ചു. അത് പോലീസിനെ ഉപയോഗിച്ച് പിന്നീട് തടഞ്ഞു. മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറുവിരിച്ചിറങ്ങിയ നേതാവാണ് പിണറായി വിജയനെന്നും AK ബാലൻ പറഞ്ഞിരുന്നു. അവിടെ പിണറായിയെ ഒന്ന് പൊക്കിയടിച്ചതായിരുന്നു. ഇങ്ങനെ പൊക്കിയടിച്ചതിൽ പുളകം കൊണ്ടായിരുന്നു പിണറായി വിജയൻ പിന്നീട് മാറാട് താൻ പോയി, തന്നെ അവിടെ ആരും തടഞ്ഞില്ല എന്നൊക്കെയുള്ള പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, ഇതിനൊക്കെ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത്. ആ തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മലയാളി പിണറായിക്ക് മറുപടി കൊടുത്തത്. അതുകൊണ്ട് പിണറായി വിജയൻ വാ തുറക്കുന്നത് കള്ളം പറയാനാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തോടുകൂടി മലയാളികൾ അരക്കിട്ടുറപ്പിച്ചു പറഞ്ഞു. ഇതിനിടെ CPMൽ AK ബാലന്റെ പരാമർശത്തിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയെ ചൊല്ലി വലിയ ഭിന്നതയാണ് ഉടലെടുത്തത്. പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ ഇത് അസംബന്ധം എന്ന് വിശേഷിപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞിരുന്നു.
പാർട്ടി ജില്ലാ കമ്മിറ്റികളിലും എ കെ ബാലനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. എ കെ ബാലന്റെ പ്രസ്താവനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു പിണറായി നടത്തിയത്. വർഗീയത പറയുന്നവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പഴയകാല കേരളം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെന്നും വർഗീയ ധ്രുവീകരണം എങ്ങനെ സംഭവിക്കാമെന്ന് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ എ കെ ബാലന്റെ പ്രസ്താവന അസംബന്ധമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും ബാലനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും ചുമതലകളില്ലാത്ത ബാലൻ മാധ്യമങ്ങളെ കാണരുതായിരുന്നുവെന്നും ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയുടെ വോട്ട് ചോർത്തുമെന്നും യോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നും വിമർശനങ്ങൾ എ കെ ബാലന് നേരെ ഉയർന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ എ കെ ബാലന് നേരെ വലിയ വിമർശനങ്ങൾ നടക്കുമ്പോഴും എ കെ ബാലന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ബാലൻ പറഞ്ഞതിൽ തെറ്റില്ല എന്നും പഴയകാല അനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. മാറാട് കലാപകാലത്ത് എ കെ ആന്റണിക്ക് RSSനെ പേടിയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടാൻ പോലും അന്ന് ആന്റണി ഭയപ്പെട്ടു. വി ഡി സതീശൻ ഇപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി നിലപാട് മാറ്റുന്നു തുടങ്ങി പഴയകാല രാഷ്ട്രീയ ചരിത്രങ്ങൾ ചികഞ്ഞെടുത്താണ് മുഖ്യമന്ത്രി ബാലനെ പ്രതിരോധിച്ചത്. എ കെ ബാലന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാനും UDFനെ കടന്നാക്രമിക്കാനുമുള്ള അവസരമായാണ് മുഖ്യമന്ത്രി ഇതിനെ എടുത്തത്. എന്നാൽ അത് മുഖ്യമന്ത്രിയുടെയും കൈവിട്ടു പോകുകയായിരുന്നു. മാറാട് കലാപത്തിൽ നടന്നത് എന്താണ് എന്ന് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു എല്ലാവരും പിണറായിക്ക് മറുപടി കൊടുത്തത്. ഇതോടെ എ കെ ബാലൻ നടത്തിയ ആ പ്രസ്താവനകൾ ആടപടലം CPMന്റെ മൂട്ടിൽ പൊട്ടി. ഇതോടെയാണ് പല നേതാക്കളും ഇപ്പോൾ എ കെ ബാലന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ വാ തുറക്കരുതെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.